ഹലോ എവരി വൺ. അങ്ങനെ നമ്മുടെ 2024 ക്രിസ്മസ് ആഘോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് നമ്മുടെ പുൽക്കൂടാണ്. ഇത് നമ്മൾ ഏകദേശം ഞാൻ ഒരു 2019 ചെയ്ത പുൽക്കൂടാണിത്. ഇതിപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേ പുൽക്കൂട് തന്നെയാണ്. മൊത്തം സെറ്റപ്പ് നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും അങ്ങനെ തന്നെ വെച്ചിരുന്നതാണ്. വൈഫ് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്താണെന്നാണ് അവർ ഒളിഞ്ഞൊളിഞ്ഞ് നോക്കുകയാണ്. പക്ഷെ നമ്മളൊന്നിലും പിടികൊടുക്കാതെ പക്ഷേ ആ സൈക്കിൾ അവർ കണ്ടുപിടിച്ചു. ഇളയ ആൾക്ക് സൈക്കിൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ സൈക്കിൾ കണ്ടുപിടിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് പോകാമെന്ന്. ഗിഫ്റ്റുകളൊക്കെ പൊട്ടിക്കാൻ രണ്ടുപേരും എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട്. അങ്ങനെ ചെറിയ കുട്ടി എൻ്റെ ഓമിക്കുഞ്ഞാണെങ്കിൽ വന്ന് കേക്ക് കട്ടിങ്ങിന് സമയമായി കേക്ക് കട്ടിങ് ചെയ്യാണ്. അപ്പം അങ്ങനെ ഒരു ഫീൽ പറഞ്ഞിട്ട് വൈഫി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പീക്കർ എടുത്തിട്ട് മൊബൈലിൽ നമ്മളെടുത്തു. ഇത് ഒക്കെ സോങ് ഒക്കെ പ്ലേ ചെയ്തു. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു, എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ കേക്ക് കട്ടിങ്ങിൻ്റെ എന്താ പറയുന്നത്, പ്രധാനമായിട്ട് എല്ലാവരും നമ്മളൊന്ന് ഷെയർ ചെയ്ത എന്നുള്ളതാണ് ഏറ്റവും നല്ല സ്നേഹത്തിൻ്റെ സന്ദേശമായ ക്രിസ്മസിൻ്റെ ആഘോഷം ഞങ്ങൾ എല്ലാ വർഷവും നല്ല ആഘോഷിക്കാറുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു ഗിഫ്റ്റുകൾ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എടുക്കാൻ പറഞ്ഞു. ആദ്യം രണ്ടുപേരും പോയി സൈക്കിളിലേക്കാണ്. അങ്ങനെ സായി സൈക്കിൾ വലിച്ച് വെളിയിലേക്ക് എടുത്തു. അപ്പോഴാണ് എനിക്ക് കേക്ക് കൊണ്ട് എൻ്റെ പ്രിയതമ, എൻ്റെ എല്ലാമായ വൈഫ് വന്നത്. അപ്പോൾ അതിങ്ങനെ കേക്കും കഴിച്ചു. അപ്പം മൂത്ത ആളിന് ഡാൻസ് ചെയ്യണം, ഇളയാളിന് സൈക്കിൾ ഓടിക്കണം. ആകെ മൊത്തത്തിലൊരു വേളമായിരുന്നു. അപ്പോൾ സൈക്കിൾ ചവിട്ടിക്കാൻ വേണ്ടിയിട്ട് മോനു കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് പോയി. അപ്പോൾ ഞാൻ സായിയോട് പറഞ്ഞു, സായി ഇനി വേണമെങ്കിൽ ഗിഫ്റ്റ് പൊട്ടിക്കാം. അപ്പോൾ സായിക്ക് ആകെ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളായാലും എല്ലാ കൊച്ചുകുട്ടികൾക്കും അവരുടെ ഗിഫ്റ്റ് പൊട്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അതെന്തുമായിട്ട് ചെറുതായാലും വലുതായാലും ഗിഫ്റ്റ് അവർ തന്നെ പൊട്ടിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക സുഖമാണ്. അവരുടെ ഒരു സന്തോഷമാണ് എല്ലാത്തിലും ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഗിഫ്റ്റുകൾ അവർക്ക് എത്രയും ചെയ്യാമോ അത്രയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ഇവൻറ്റ് വരുമ്പോഴാണ് നമുക്ക് അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുക, അതും സർപ്രൈസായിട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം അവരുടെ മുഖത്ത് കാണാൻ സാധിക്കും. അങ്ങനെ സൈക്കിൾ ചവിട്ടണം. സൈക്കിൾ ചവിട്ടി അതിൻ്റെ ഒരു എന്താ പറയുക ട്രെയിനിങ് പോലെ നമ്മൾ വൈഫ് ട്രൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സായിക്ക് പുറകിലിരിക്കാൻ പറഞ്ഞു. സായി ചേച്ചി പുറകിലിരിക്കും പറഞ്ഞു. അങ്ങനെ സായിയെ പുറകിലിരുത്തി ഒന്ന് ട്രൈ ചെയ്തു. സായിയോട് ഞാൻ പറഞ്ഞു, നീ സായ്മോളി ചവിട്ടി കാണിച്ചു കൊടുക്കും, കുഞ്ഞാലേ. അന്നേരം അതനുസരിച്ചിട്ട് സായിയും എന്താ പറയുന്നത് അനിയത്തിയെ അതിമനോഹരമായി അല്ലെന്നുണ്ടെങ്കിൽ കെയറിങ്ങോടുകൂടി തന്നെ സൈക്കിൾ ചവിട്ടി അതിനൊരു പ്രാക്ടീസ് വരുത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് സായിയുടെ കൂട്ടുകാരിയും കൂടെ വന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞ് പറഞ്ഞു ചേച്ചിയും കൂടെ പുറകിലിരിക്കാൻ. അങ്ങനെ അവരുടെ കുഞ്ഞിനെയും കൂടെ വെച്ച് ആ കൊച്ചിനെയും കൂടെ വെച്ചിട്ട് ഒരു റൗണ്ട് എടുത്തു. അപ്പം എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു സോ മച്ച്.